മധ്യതെക്കൻ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കേ ഇന്ത്യയിൽ തെക്ക് വടക്ക് ദിശയിലായ ഒരു ന്യൂനമർദ്ദപാത്തി രൂപപ്പെടുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കും. ഇതാണ് കേരളത്തിൽ തുലാവർഷ സമാനമായ മഴയ്ക്ക് ഇടയാക്കുക. പേരൂർക്കട മാലമോഷണ കേസിൽ വീട്ടുജോലിക്കാരിയായ ദലിത് യുവതിയെ കുടുക്കാൻ പോലീസ് കള്ളക്കഥ ചമച്ചുവെന്ന് പുനരന്വേഷണ റിപ്പോർട്ട്. വീട്ടിൽ നിന്ന് മാലമോഷണം പോയിട്ടേയില്ലെന്നും ജോലിക്കാരിയായ ബിന്ദുവിനെ കുടുക്കാൻ പോലീസ് കഥ മെനയുകയായിരുന്നുവെന്നും പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് പോലീസ് സർവീസിൽ നിന്ന് പുറത്താക്കിയ ഇടുക്കി ജില്ലയിലെ അനസ് പി.കെ 4 വർഷമായി ആക്രിക്കടയിൽ. തെളിവില്ലാതെ പിരിച്ചുവിട്ട നടപടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 2024 സെപ്റ്റംബറിൽ റദ്ദാക്കിയെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ സർവീസിൽ തിരിച്ചെടുത്തിട്ടില്ല. സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തെ തുടർന്ന് മലയാളി വിനോദസഞ്ചാരികൾ നേപ്പാളിൽ കുടുങ്ങി. കോഴിക്കോട് നിന്നും പോയ 40ഓളം വിനോദസഞ്ചാരികളാണ് നേപ്പാളിൽ കുടുങ്ങിയത്.